രാജ്യത്തെ തന്നെ ശതകോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ തിരുപ്പതി കഴിഞ്ഞാൽ ഒരുപക്ഷെ തിരുപ്പതി ദേവസ്വത്തിന് മുകളിൽ നിൽക്കും നമ്മുടെ കൊച്ചു കേരളത്തിലെ സാക്ഷാൽ ശ്രീ പത്മനാഭൻ. അതായത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവും ശ്രീ പത്മനാഭൻ എന്ന് പറയുന്ന ദൈവവും. എത്ര കോടികളാണ് ദൈവത്തിൻ്റെ ആസ്തി എന്ന് ചോദിച്ചാൽ നമുക്ക് അജ്ഞാതമാണ്. അനന്തം, അജ്ഞാതം, അവർണ്ണനീയം എന്ന് കണ്ണു തള്ളി ഇരിക്കാനേ കഴിയുകയുള്ളൂ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 7 നിലവറകളാണുള്ളത്. 7 നിലവറകൾ. അതിൽ ഒരു നിലവറ, സരസ്വതി കോണിലുള്ള ഒരു നിലവറ ഏകദേശം ശൂന്യമാണ് എന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആ നിലവറയുടെ കണക്കുകൾ ആരും അങ്ങനെ പറയാറില്ല. ആ നിലവറയെക്കുറിച്ച് അധികമൊന്നും വലിയ വാർത്തകളും വരാറില്ല. എന്നാൽ മറ്റ് നിലവറകൾ ABCDEF ഈ നിലവറകൾ അത് വളരെ കാര്യക്ഷമമായുള്ള നിലവറകളാണ്. നിലവറകളിൽ നിധി ശേഖരം ഉണ്ട്. നിലവറ 2011 തുറന്ന് പരിശോധിച്ചിരുന്നു. അതിനകത്ത് എത്രയോ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ സ്വർണം, വെള്ളി, ആഭരണങ്ങളും അതുപോലെ തന്നെ അതിനകത്ത് കണ്ണഞ്ചിപ്പിക്കുന്ന ധാരാളം ആഭരണ ശേഖരമുണ്ടെന്നൊക്കെ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇനിയുള്ളത് B നിലവറയാണ്. അത് ഇതുവരെ തുറന്നിട്ടില്ല എന്നാണ് പല ആളുകളും പറയുന്നത്. എന്നാൽ അത് പലതവണ തുറന്നിട്ടുണ്ടെന്നും അതിനകത്ത് നിലവറയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നിധിശേഖരം ഉണ്ട് എന്നും വിശ്വസിക്കപ്പെടുന്നു. ഇനി CD നിലവറകളിൽ ക്ഷേത്രത്തിലെ നിത്യോപയോഗത്തിന് എടുക്കുന്ന ആഭരണങ്ങളും അതുപോലുള്ള അനുബന്ധ വസ്തുക്കളുമാണ് സൂക്ഷിച്ചിരിക്കുന്നത് CD നിലവറകളിൽ. EF നിലവറകളിൽ ക്ഷേത്രത്തിന് സംഭാവനയായി ലഭിച്ച പാത്രങ്ങൾ, വലിയ വിലപിടിപ്പുള്ള പാത്രങ്ങൾ, സ്വർണ്ണത്തളികൾ, അങ്ങനെയുള്ള കാര്യങ്ങളും സൂക്ഷിച്ചിരിപ്പുണ്ട്. ഇപ്പോൾ വിവാദം കത്തി നിൽക്കുന്നത് B നിലവറയെക്കുറിച്ചാണ്. മറ്റ് നിലവറകളെല്ലാം എല്ലാ ആളുകൾക്കും സുപരിചിതമാണ്. നിലവറയിൽ ഓഡിറ്റ് 3 മാസം കൂടുമ്പോൾ ഓഡിറ്റ് നടക്കാറുണ്ട്. കണ്ടെത്തിയ നിധിശേഖരം മുഴുവൻ സ്റ്റീൽ പെട്ടികളിലാക്കി താഴിട്ട് സൂക്ഷിക്കുകയാണ്. ഈ ഓഡിറ്റ് നടക്കുമ്പോൾ പെട്ടി തുറന്ന് കൃത്യമായ ആഭരണങ്ങൾ അവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കും. നിധി കൃത്യമായി സൂക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. കണക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന് വൻ സുരക്ഷയും, ഈ നിലവറകൾക്ക് വൻ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. B നിലവറ തുറക്കേണ്ട ആവശ്യം എന്താണ്? അപ്പോൾ സുപ്രീം കോടതി നിർണായകമായ വലിയ വിവാദമായ കേസും വഴക്കുമൊക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പോൾ സുപ്രീം കോടതി അസന്നിഗ്ധമായ ഒരു കാര്യം പറഞ്ഞു. ഇനി ഈ ക്ഷേത്രോപദേശക സമിതിയും ക്ഷേത്ര ഭരണസമിതിയും ഒക്കെ തീരുമാനമെടുക്കണം. നിലവറ തുറന്ന് പരിശോധിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനമെടുക്കേണ്ട അതോറിറ്റി നിങ്ങളാണ് എന്ന് കോടതിയുടെ വിധിയുണ്ട്. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായ ഉപദേശക സമിതിയിലെ അംഗം വേലപ്പൻ നായർ, അദ്ദേഹം കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ പറഞ്ഞു, നമുക്ക് B നിലവറ കൂടി ഒന്ന് തുറന്ന് പരിശോധിക്കേണ്ടതില്ലേ എന്ന് ചോദിച്ചു. അതാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം. B നിലവറ തുറക്കണമോ? അപ്പോൾ രാജകുടുംബത്തിൻ്റെ അഭിപ്രായം തേടിക്കഴിഞ്ഞാൽ രാജകുടുംബവും അതുപോലെ തന്നെ തന്ത്രി, പിന്നെ കേന്ദ്ര സർക്കാർ പ്രതിനിധി കരമന ജയൻ BJPയുടെ നേതാവാണ്. അപ്പോൾ രാജകുടുംബവും തന്ത്രിയും തന്നെ നേരത്തെ കോടതി അറിയിച്ചിരുന്നു B നിലവറ തുറക്കേണ്ടതില്ല. ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായാണ് B നിലവറ ഉള്ളത്. അത് തുറന്നു കഴിഞ്ഞാൽ ആചാര ലംഘനമാകുമെന്നാണ് ഇവർ കോടതിയെ അറിയിച്ചിരിക്കുന്നത്, പരമോന്നത നീതിപീഠത്തെ അറിയിച്ചിരിക്കുന്നത്. അപ്പോഴാണ് പരമോന്നത നീതിപീഠം പറഞ്ഞത്, ഇനി നിങ്ങൾ തീരുമാനിച്ച് തുറന്ന് കണക്കൊക്കെ എടുത്താൽ മതിയെന്ന്. ഒരു പക്ഷേ എങ്കിൽ ഈ വേലപ്പന്നാർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഭരണസമിതി കൂടി അത് തുറന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു സുതാര്യത ഇക്കാര്യത്തിൽ ഉണ്ടായേനെ. B നിലവറയിലും എന്തൊക്കെയാണെന്ന് പൊതുജനം അറിഞ്ഞേനെ. ആ കണക്കുകളൊക്കെ ഭദ്രമായി അവിടെ ഇരിക്കുകയും ചെയ്തേനെ. ഇനിയിപ്പോൾ വലിയ മ്യൂസിയമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് പലരും. പക്ഷേ അതൊക്കെ എന്ന് യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല. ഇനി B നിലവറ എങ്ങനെയാണ് ആചാരത്തിൻ്റെ ഭാഗമാകുന്നത്? ക്ഷേത്രത്തിലെ ഭരതകോണിലുള്ള B നിലവറയിൽ ധാരാളം അമൂല്യ വസ്തുക്കൾ, സ്വർണവും രത്നവും തുടങ്ങി ധാരാളം അമൂല്യ വസ്തുക്കൾ ഉണ്ട് എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ്, സങ്കല്പമാണ്. കാരണം ഇതുവരെ ഇത് തുറന്നിട്ടില്ല എന്നാണല്ലോ വൈപ്പ്. പക്ഷേ ഈ BJP അനുകൂല സംഘടനകൾ തന്നെ, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഘടനകൾ തന്നെ പറയുന്നത് പലതവണ B നിലവറ തുറന്നിട്ടുണ്ട്. ഈ B നിലവറ ഇപ്പോൾ തുറക്കണ്ട എന്ന് പറയുന്ന ആളുകൾ മുമ്പ് നാഗമുദ്രയൊക്കെ വെച്ച് ബന്ധിച്ചിരുന്ന ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അതായത് നാഗങ്ങളുടെ പണമൊക്കെ തീർത്ത് ശില്പങ്ങളുടെയും പഴയകാല രീതിയിലുള്ള പൂട്ടൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഗോദ്രേജിൻ്റെ പൂട്ടിട്ടാണ് നിലവറ പൂട്ടിയിരിക്കുന്നത് എന്നൊക്കെയാണ് ഇമാതിരി ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്ന ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യവും നമുക്ക് കൃത്യമായി അറിയില്ല. ഞാനൊക്കെ ക്ഷേത്രത്തിൽ പലതവണ പോയിട്ടുണ്ട്. നിലവറ തുറക്കുമ്പോൾ അതിൻ്റെ വാതിൽക്കൽ വരെ പോയി റിപ്പോർട്ടൊക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഈ B നിലവറ കണ്ടിട്ടില്ല, നമ്മൾ അങ്ങോട്ട് പോയിട്ടുമില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് സ്വന്തം നിലയിൽ പറയാൻ കഴിയില്ല. അപ്പോൾ ഈ കൊട്ടാരത്തിലുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ, ആദിത്യവർമ്മയോട് ഞാൻ തന്നെ മുമ്പ് ഒരു ചാനലിന് വേണ്ടി അഭിമുഖം തയ്യാറാക്കിയപ്പോൾ ചോദിച്ചിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് ഇവിടെ അഗസ്ത്യമുനിയുടെ സമാധി ആണ്. അഗസ്ത്യമുനിയുടെ സമാധിയുണ്ട്.
ആ സമാധി പൊളിക്കാൻ പാടില്ല. അതാണ് ഒന്നാമത്തെ വിശേഷം. അഗസ്ത്യമുനിയുടെ സമാധി ഉണ്ടെന്ന് അതും ആദിത്യവർമ്മയ്ക്ക് അറിയില്ല. കൊട്ടാരത്തിലെ ആദിത്യവർമ്മയ്ക്കും ഉറപ്പില്ല സമാധി ഉണ്ടെന്ന്, കാരണം അദ്ദേഹവും അത് തുറന്ന് കണ്ടിട്ടില്ല. പിന്നെ ഇതിൽ നിന്ന് ഈ ബി നിലവറയിൽ നിന്ന് ഒരു ഗുഹ തുരങ്കം പ്രധാന വിഗ്രഹം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതും ആചാരത്തിന്റെ ഭാഗമായുള്ളതാണ്. ഒരുപക്ഷെ ബി നിലവറ തുറന്നു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും കോട്ടം സംഭവിക്കാം എന്നുള്ളൊരു ആശങ്കയും അന്ന് കൊട്ടാരത്തിന്റെ പ്രതിനിധിയായ ആദിത്യവർമ്മ പങ്കുവച്ചിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി കരമന ജയൻ പറയുന്നത് തന്ത്രിയും രാജകുടുംബവും തള്ളിക്കളഞ്ഞ കാര്യമാണ് വേലപ്പൻ നായർ പറയുന്നത്. വേലപ്പൻ നായർ പറയുന്നത് ഇനി മുഖവിലേക്ക് എടുക്കേണ്ടതില്ല, ഇനി അത് ചർച്ച പോലും ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായ കരമന ജയൻ പറയുന്നത്. ഇനി ഇത് തുറക്കേണ്ടത് അത്യാവശ്യമല്ലേ? എന്ത് ആചാരമായാലും ആചാര ലംഘനമായാലും ഇത് തുറന്ന് ഇതിനകത്തുള്ള കണക്കെടുക്കേണ്ടതല്ലേ എന്ന് പൊതുജനം, ജനാധിപത്യ വിശ്വാസമുള്ള ആരെങ്കിലും ചോദിച്ചാൽ അത് ശരിവയ്ക്കുകയാണ് വേണ്ടത്. കാരണം ഇതൊരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ പൊതുസ്വത്തായി വരുന്ന ഒരു സംഭവമാണ്. വിശ്വാസികൾക്കും അതുപോലെ തന്നെ കേരളത്തിലുള്ള ഓരോ ആളുകൾക്കും അഭിമാനിക്കാവുന്ന ക്ഷേത്ര സമുച്ചയവും ക്ഷേത്ര സ്വത്തുക്കളുമാണ്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നാട്ടുകാർ അറിയുന്നതിൽ തെറ്റില്ല എന്ന് വെച്ചിട്ട് അത് തുറക്കാവുന്നതാണ് എന്ന് നമുക്ക് വാദിക്കാം. പക്ഷേ അതിനകത്തുള്ള ആചാര മര്യാദയൊന്നും നമുക്ക് പറയാനും കഴിയില്ല. എന്നാൽ ബി നിലവറയിൽ നിന്ന് ക്ഷേത്ര സ്വത്തുക്കൾ പലപ്പോഴായി മോഷണം പോയിട്ടുണ്ട് എന്നുള്ള ആരോപണവുമുണ്ട്. അതുകൊണ്ട് ഇത് തുറന്നു കഴിഞ്ഞാൽ പല VIP-കളും കുടുങ്ങുമെന്ന ആരോപണവും ഉന്നയിച്ചിട്ടുണ്ട്. അത് ആ സൗണ്ട് ബൈറ്റിൽ തന്നെ നമുക്ക് കേൾക്കാൻ കഴിയും. ഇതിൽ ആദ്യം തന്നെ പറയാനുള്ള കാര്യം, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ ബി നിലവറയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹമായ കഥകൾ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. ശരിയായ രീതിയിൽ ജഡ്ജ്മെൻറ്റ് പഠിക്കാത്തവരാണ് ഭരണസമിതി അംഗങ്ങൾ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കാതെ, പഠിക്കാതെ എവിടുന്നോ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ടാണ് സംസാരിക്കുന്നത്. ഒരു തരത്തിലും ജഡ്ജ്മെൻറ്റിൽ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല ബി നിലവറ തുറക്കണം എന്നുള്ള ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കാണ്. ഒരിക്കലും തന്ത്രിവര്യനോട് ഇത്തരം കാര്യങ്ങൾ ആരായാൻ ചോദിച്ചിട്ടില്ല. അത് അദ്ദേഹം പൂജാതി കർമ്മങ്ങളുടെ കാര്യത്തിലും ചൈതന്യത്തിൻ്റെ ഭാഗമായിട്ട് ഭഗവാന്റെ കാര്യത്തിലും മാത്രമാണ് ഇടപെടാനായിട്ട് ക്ഷേത്രത്തിൻ്റെ അതിൻ്റെ അൾട്ടിമേറ്റ് പവർ, കസ്റ്റംസ് ആൻഡ് റിച്വൽസിൻ്റെ പവർ അദ്ദേഹത്തിനാണ്. ഇവിടെ എങ്ങനെയാണ് ആചാരത്തിൻ്റെ ഭാഗം വരുന്നത്? ഇത് ഒരു ഇൻവെൻറ്ററൈസേഷൻ്റെ പാർട്ടാണ്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം നിലവറകൾ തുറക്കുക, അവിടുത്തെ സാധനങ്ങൾ വാല്യുബിൾസിൻ്റെ ഇൻവെൻറ്ററൈസേഷൻ നടത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കാര്യമുണ്ട്. അതിൽ ആചാരത്തിൻ്റെ ദണ്ഡ് ഉപയോഗിച്ച് അത് കാണിച്ച് ഭയപ്പെടുത്തണ്ട. എന്തുകൊണ്ട് ഈ 1988-ലും 1992-നും ഇടയ്ക്ക് 11 പ്രാവശ്യത്തോളം തുറന്നതായിട്ട് വിനോദ് റോയ് സാറിൻ്റെ റിപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ 1992-ലെ പൂട്ടാണല്ലോ അതിൽ കിടക്കുന്നത്, നവതാൽ പൂട്ട്. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു പൂട്ട് വന്ന് അവിടെ കിടക്കുന്നു? അപ്പം നിലവറകൾ തുറന്നിട്ടുണ്ടോ എന്ന് സ്പഷ്ടമാണ്. അന്ന് ഈ പറഞ്ഞ യക്ഷിക്കഥകളും ഈ പറയുന്ന പേടിപ്പെടുത്തുന്ന മഹാസമ്പത്തുകളും ദേവതകളും ഒന്നും ഇല്ലായിരുന്നോ? അതോ അതിനുശേഷം ഈ പറഞ്ഞ അതിനുശേഷമാണ് ഇതെല്ലാം വന്നു ചേർന്നത്? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. അതുപോലെ തന്നെയാണ് ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ ഈ നിലവറയെ സംബന്ധിച്ച് യാതൊരു തരത്തിലുമുള്ള ഭരണസമിതിയിൽ യാതൊരു തരത്തിലുള്ള ഇപ്പം കൊടുത്തിരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ റെപ്രസെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പം നടത്തിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം അതിന് തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല, അതാണ് സത്യം. ആ തീരുമാനത്തിലേക്ക് വരുന്ന സമയമാവുന്ന സമയത്തായിരിക്കും അതിലേക്ക് ഒരു വലിയ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ ചർച്ചകൾ നടന്നു എന്നുള്ള സത്യമാണ്. ഇതിൽ കർമ്മയാരി സംഘത്തിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞാൽ എന്താണോ ക്ഷേത്ര വസ്തുക്കളായിട്ടുള്ളത് അത് കണ്ടെത്തണം, അത് അവിടെ തന്നെ സൂക്ഷിക്കപ്പെടണം, അതിനെ ഇൻവെൻറ്ററൈസേഷൻ എടുത്ത് കാത്തു സൂക്ഷിക്കണം. അതിന് ഭയപ്പാടിൻ്റെയോ ആചാരവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളോ ഇല്ല. ആചാരത്തിൻ്റെ പേരും പറഞ്ഞും അല്ലെങ്കിൽ തന്ത്രിവര്യൻ്റെ പേരും പറഞ്ഞിട്ട് അതിനെ നാം ഭയപ്പെടുത്തി അതിനെ ഇല്ലാതാക്കുന്നൊക്കെ പണ്ട് ഒരു പെയ്ഡ് ദേവപ്രശ്നം നടന്നിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെ മറയ്ക്കപ്പെടുത്തരുത് എന്നാണ് പറയാനുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ബി നിലവറയുടെ കാര്യം. ഇത് ആചാര അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഉള്ളിടത്തോളം കാലം ബി നിലവറ പൂട്ടിയിടുമോ? ഇതൊരു വലിയ ചോദ്യമാണ്. മറ്റ് നിലവറകൾ തുറന്ന് പരിശോധിക്കുന്നത് പോലെ ബി നിലവറയും തുറന്നാൽ എന്താണ് കുഴപ്പം? ഇതിനകത്ത് എന്ത് രഹസ്യമാണുള്ളത്? മലയാളികളുടെ മാത്രമല്ല മനുഷ്യരുടെ ഒരു കൗതുകമുണ്ടല്ലോ. നമ്മളങ്ങ് ചൊവ്വയിലും അതിനപ്പുറത്ത് ഏതെങ്കിലും ഗ്രഹമുണ്ടെങ്കിൽ അവിടുത്തെ രഹസ്യം വരെ കണ്ടെത്താൻ നിരന്തരം ശാസ്ത്ര പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഇപ്പോഴും ലൈവായുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, നമ്മുടെ കൺമുന്നിലുള്ള പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു നിലവറ അടച്ചിട്ടിരിക്കുന്നത്. അതിനകത്ത് എന്താണെന്ന് മനുഷ്യർക്ക് അറിയുകയുമില്ല. അത് തുറന്ന് പരിശോധിക്കണമെന്ന് വേലപ്പൻ നായർ ആവശ്യപ്പെട്ടപ്പോൾ വേലപ്പൻ നായർ ഏതു പാർട്ടിയാണോ പ്രതിനിധാനം ചെയ്യുന്നത് ആ പാർട്ടിക്കാർ തന്നെ വേലപ്പൻ നായർക്ക് പാരവടിയുകയും ചെയ്തു.